നമ്മുടെ ആങ്കർ തട്ടിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 6 ഭാഗം വെള്ളം ഉണ്ടാവും. നേരെ കടലിലേക്ക് ചാടിയാണ്. നമസ്കാരം. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ പാതി പേർക്കും കാര്യം എന്താണെന്നുള്ള പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൂത്തുക്കുടി തെരേസ്പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ശംഖുമണിയുടെ വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. 10 ലക്ഷത്തിലേറെ ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. നടുക്കടലിൽ പോയിട്ട് ശംഖ് എടുക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇവിടുത്തെ വള്ളങ്ങളാണ് ഈ കാണുന്നത്. ഈ വള്ളത്തിലാണ് കൂടുതലും ഇവർ ശംഖുമണിക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കടലിൽ ചെന്നിട്ട് കടലിൻ്റെ അടിയിലേക്ക് ഓക്സിജനൊക്കെ വെച്ചിട്ട്, അതായത് ഓക്സിജൻ അല്ല, നമ്മുടെ ഈ എയർ വെച്ചിട്ട് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് കടലിൻ്റെ അടിയിൽ ആ ഒരു മനോഹരമായ കാഴ്ചകൾ കാണിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പ്രിൻസും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇത് ഇവിടെ ഉള്ള നമ്മുടെ കൂട്ടുകാർ തന്നെയുണ്ട്. അപ്പോൾ ഇവർ കൂടുതലും ഈ പറഞ്ഞ പോലെ ശംഖുമണി എടുക്കുന്ന ആളുകളാണ്. കടലിലിറങ്ങി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കാണുമ്പോൾ ചെറിയ പയ്യന്മാരായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ്. ഡെയിലി ഇവരുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ശംഖുമണിയാണ്. അപ്പോൾ കടലിൽ എല്ലാ ദിവസവും 2-2.5 മണിക്കൂർ കടലിൻ്റെ അടിയിൽ ഇറങ്ങി മുങ്ങി ഈ പറഞ്ഞ പോലെ ശംഖ് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒപ്പം നമ്മൾ ഇന്ന് കടലിൻ്റെ അടിയിലേക്ക് പോകാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കട്ടെ. വള്ളം ആങ്കറിൽ കിടക്കായിരുന്നല്ലോ. അപ്പോൾ ആങ്കർ പൊക്കി കയറ്റിയാണ്. ചെറിയൊരു ആങ്കറാണ്, ഒരാൾക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആങ്കറാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫുള്ള് വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹാർബറിൽ പറയാൻ പറ്റും. ഇവിടുത്തെ ഹാർബറും നമ്മുടെ അവിടുത്തെ ഹാർബറിൽ കിട്ടുന്ന മീനുകൾ തമ്മിലുള്ള വ്യത്യാസം. ഫുള്ള് വെറൈറ്റി മീനുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കടലിൻ്റെ അടിയിലേക്ക് ചാടാൻ നേരത്ത് അത്യാവശ്യം മീനുകളെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് നമുക്കൊന്ന് നോക്കട്ടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഈ വിസിബിലിറ്റി, ഇപ്പം മഴ വന്ന് പോയേക്കണതിൻ്റെ പേരിൽ കടലിൽ എന്തോരം വിസിബിലിറ്റി ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. അത് ചെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ വിസിബിലിറ്റിയുടെ ഒരു കാര്യം. അപ്പോൾ തൂത്തുക്കുടി പവർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ആ ഓസ് എടുത്ത് കൊടുക്കുന്ന ആളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ്റെ പേരാണ് ജോസട്ട. ജോസിൻ്റെ വള്ളത്തിലാണ് നമ്മൾ ഇന്ന് കടലിലേക്ക് പോകുന്നത്. ജോസ് കാണുന്ന പോലെ ഒന്നുമല്ല, 21 വയസ്സുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു കുട്ടീൻ്റെ. അതുപോലെ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ കടലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു മടിയും കൂടാണ്ട് അവർ ഇങ്ങനെ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് ശംഖുമണിക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ചെറുവള്ളങ്ങളാണ്. ഇപ്പോൾ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പർപ്പസ് എന്താണ്? ഫിഷിങ്. അപ്പോൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വലയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറും അതുപോലെ ഈ ഓസുകളും മാസ്കുകളും പിന്നെ ഈ കമ്പിയുണ്ട്. കമ്പി നമുക്ക് കടലിൽ കുത്തി നിൽക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കടലിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റില്ല, നമ്മൾ ഒഴുകിപ്പോട്ടെ. ഇത് നമ്മൾ കാലിലിടുന്ന ഫിൻസാണ്. സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാലിലിടൂലേ, അതുപോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് നമ്മുടെ ഈ ബോട്ടിന്റെ സ്റ്റിയറിംഗ് ഫോർവേഡ് ഇട്ട് വെച്ചേക്കാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ന്യൂട്രൽ, അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ്. അതാണ് നമ്മുടെ ആക്സിലേറ്റർ. ഒരു 4-4.5 കിലോമീറ്റർ ഓടി നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ കലക്കലായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. കലക്കുള്ള ഒരുക്കുള്ളൂ, കുറച്ചും കൂടി ഉള്ളിൽ പോയിട്ട് ഇറങ്ങാന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ആ ഒരു വള്ളം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റിയാണ് സംഭവം. അപ്പോൾ ഇവിടെ എയറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സിലിണ്ടറും എയറും കാര്യങ്ങളെല്ലാം ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു പണിയാണ് നമ്മുടെ ഈ ശംഖ് എടുക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂറാണ് ഇവർ കടലിൻ്റെ അടിയിൽ പോയിട്ട് ഈ ഒരു സിലിണ്ടറും അതുപോലെ ഈ പറഞ്ഞ എയറും വലിച്ചിട്ട് കടലിൻ്റെ അടിയിലേക്കാണ്. നമുക്കറിയാൻ പറ്റും ഒരു ഇത്തിരി ഡീപ്പ് നമ്മൾ കഴിയുമ്പോഴേക്കും ചെവിയും കാര്യങ്ങളെല്ലാം അടയും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പണിയാണ് ഈ ശരിക്കും ഈ കടൽ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ റിസ്ക്കും കൂടിയാണ്. പക്ഷേ ഇവർക്ക് ഇത് നിർത്താൻ പറ്റാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പണിയല്ലാണ്ട് വേറെ പണി അറിയില്ല. അതുമാത്രമല്ല ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ശംഖിൻ്റെ വില ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റാത്തതാണ്. കോടികൾ വിലയുള്ള ശംഖ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോണി കടലിൽ ഇറങ്ങി നോക്കിയിട്ട് എങ്ങനെയുണ്ട് വിസിബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ആങ്കർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ടോണി നേരെ കടലിലേക്ക് അടിയിടുന്നുണ്ട്. എൻ്റെ അടിയിലേക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ വിസിബിലിറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങാം. ഇത് നമ്മൾ സ്ഥിരം ചാടുന്ന സ്ഥലമോ അങ്ങനെയൊന്നുമല്ല. ഇത് കടലിലൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിർത്തി എങ്ങനെയുണ്ട് വിസിബിലിറ്റിന്നും അതുപോലെ ആഴം തോരണമെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആങ്കർ ചെയ്ത് നേരെ ചാടോട്ടെ.
അങ്ങനെ നമ്മുടെ ആങ്കർ തട്ടിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 6 ഭാഗം വെള്ളം ഉണ്ടാവും. നേരെ കടലിലേക്ക് ചാടുകയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാറയായിരിക്കും അടി. അപ്പൊ നേരെ കടലിലേക്ക് അടിയിട്ട് അടിയിലത്തെ ആ ഒരു വിസ്മയ ലോകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടലിന്റെ അടിയിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. അത്യാവശ്യം ആഴുണ്ടെന്ന് തോന്നുന്നത്. ഒരു ചൂണ്ട ബോട്ടൊക്കെ പോകണ്ടിട്ടെടുത്ത് ഇവിടെ അപ്പൊ നേരെ ചാടാനായിട്ട് പോവേണ്ട സിലിണ്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീപ്പ് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു പറയാം. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമുണ്ട്. വലിയ റഫും കാര്യങ്ങളൊന്നുമില്ല. ശംഖുവണി എടുക്കുന്ന സമയത്ത് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടായില്ല. വള്ളത്തിനെടുത്ത് മറിച്ചിട്ടുണ്ടിരിക്കുകയായിരുന്നു. നല്ല വലിയ കടലുകളാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സ്കൂബ ഡൈവിങ് ചെയ്യാത്തതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളത്തേന് സ്കൂബ ചെയ്ത് മാസ്കും കാര്യങ്ങളും അതുപോലെ നമുക്ക് പോകാൻ നേരത്തുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഇവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കടലിൻ്റെ അടിയിൽ ആ ഒരു വിസ്മയലോകം നേരെ കണ്ടേച്ചും വരട്ടെ. കടലിൻ്റെ അടിയിലേക്ക് പോകാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂബ ചെയ്തവർക്ക് അറിയാൻ പറ്റും, കുറച്ച് ഡീപ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെവി അടയും. അത് മൂക്ക് വെച്ച് വേണം ശരിയാക്കാനായിട്ട്. അങ്ങനെ കടലിൻ്റെ അടിയിൽ എത്തിക്കഴിഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ മേത്ത് വെയിറ്റ് ഇട്ട് തന്നില്ലെങ്കിൽ നമ്മിങ്ങനെ പൊന്തിപ്പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പയ്യെ ഓരോ പവിഴപ്പുറ്റുമേ അതുപോലെ ഈ പറഞ്ഞ പാറയമേക്ക് ഇങ്ങനെ പിടിച്ചാണ്ട പയ്യെ ഇങ്ങനെ വന്ന് അത്ര ക്ലിയർ അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കാണാനായിട്ട് വിഷ്വല് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞി ചെറിയ മീനുകളും നല്ല ഭംഗിയുള്ള പവിഴപ്പുറ്റുകളും പാറകളും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത ലോകമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയട്ടെ. കടലിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ചെറുമീനുകൾ ഈ ചെറിയ പവിഴപ്പുറ്റുകളുടെ ഇടയിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പവിഴപ്പുറ്റൊന്നും നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു അനുവാദമില്ല. അത് നമുക്ക് എടുക്കാനും പറ്റില്ല, എടുക്കുകയുമില്ല. ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മുടെ കടലിൻ്റെ അടിയിലുണ്ടാവും. പക്ഷെ അതൊന്നും എടുക്കാനായിട്ടുള്ള യാതൊരു അനുവാദവും നമുക്കില്ല കേട്ടോ. ഈ ശംഖുവണിക്ക് പോണ ആളുകളാണെങ്കിലും അതൊന്നും എടുക്കില്ല. ഇത് നോക്കിയേ, നല്ല കുട നിവർത്തി വെച്ചേക്കണ പോലത്തെ ഒരു പവിഴപ്പുറ്റുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇഷ്ടംപോലെ ചെറുമീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിൽ ചെറുമീൻ ഒളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീനുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുമീനുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡിസൈനുകളുള്ള നല്ല അടിപൊളി കണ്ട തേനീച്ചക്കൂട് പോലെ ഇരിക്കണ പാറകൾ നോക്കി. ഈ പാറ കണ്ട തേനീച്ചക്കൂട് പോലെ ഇരിക്കണം. കടലിൻ്റെ അടിയിലേക്ക് നിങ്ങളും കൂടി ഒന്ന് പോയച്ചുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അത്രയും ക്ലിയർ ആയിരിക്കുള്ളൂ നമ്മുടെ ആ ഒരു കടലിൻ്റെ അടിയിലേക്കുള്ള ഒരു സൗണ്ട് ഉണ്ട്. മണിക്കൂറോളം കടലിൻ്റെ അടിയിലായിരുന്നു. വേറൊരു ലോകത്തായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നേരെ ചാടിക്കയറി. പിന്നെ ഇവിടുത്തെ നമ്മുടെ ബോട്ടിലുണ്ടായ ഒരു പയ്യനുണ്ട. ഇവർ നീന്താൻ പഠിപ്പിക്കണത് കടലിലേക്കാണ്ട. നമ്മുടെ അവിടെ സ്വിമ്മിംഗ് പൂളിലും തോടുകളിലും പുഴയിലാണെങ്കിൽ ഇവർ നേരെ എടുത്ത് ചാടാൻ പറയണത് കടലിലേക്കാണ്ട. അങ്ങനെ ഒരുപാട് കടലില്ല നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാനായിട്ട് എനിക്ക് പറ്റി. എല്ലാവർക്കും നന്ദി. അതുപോലെ ഏറ്റവും കൂടുതൽ നന്ദി പറയണത് നമ്മുടെ ഈ കൂട്ടുകാരോടാണ്. ഇവരാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും കടലിലെ വെറൈറ്റി വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.